ദളപതി വിജയ് ചങ്ങായിൻ്റെ പൊളിറ്റിക്കൽ കരിയർ, ഈ ചങ്ങായിൻ്റെ പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ് എല്ലാം കൂടി ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലായിരിക്കും ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ പൊളിറ്റിക്സിൽ കയറിയത് മുതൽ ഇയാൾ അനുഭവിക്കുന്ന ഒരു തരം ഇമ്മൻസ് പ്രഷറുണ്ട്. അത് ഓപ്പോസിറ്റ് പാർട്ടി അല്ലെങ്കിൽ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റേതായിട്ടുള്ളൊരു പവർ, അതിലുപരി ഇവിടുത്തെ കുറേ അന്തം ഫാൻസ് എന്ന് പറഞ്ഞാൽ ഉയരണ്ണനക്ക് ഉടലണ്ണനക്ക് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുമാതിരി തീട്ടം ഫാൻസിനെ കൊണ്ട് ചങ്ങായി പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇവർ വോട്ട് ചെയ്യുമെന്നുള്ളതൊന്നും ഒരു പിടുത്തൂലാണ്. പക്ഷേ TV എന്നും പറഞ്ഞിട്ട് ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന അട്രോസിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിനെ അങ്ങോട്ട് ഇല്ലാതാക്കുകയാണ്. ഒരു ഇവൻ്റ് നടത്താൻ പറ്റില്ല. അവിടെ ഈറ്റങ്ങളെല്ലാം കൂട്ടം കൂടി പോയി അവിടെയും കലഹം, കച്ചറ. റോട്ടിൽ കൂടി പോയാൽ അവിടെ വണ്ടിയിൽ പോയി തലകുത്തി പറച്ചിൽ. ഇത് ദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന വിജയിൻ്റെ ഫാൻസും ഈ പറഞ്ഞ പാർട്ടി മെമ്പേഴ്സാന്ന് പറഞ്ഞിട്ട് ചേർന്ന് ഈ കൂട്ടടേ വിജയ് റുസികർ കൂട്ടറമാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ പണിയുന്നത്. പൊളിറ്റിക്സിലാണെങ്കിൽ ഇയാൾക്ക് ആ പണിയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നെ പ്രൊഫഷണൽ ലൈഫിൽ നോക്കിയാൽ സിനിമ റിലീസാവുന്നില്ല. ദാറ്റ്സ് ലൈക്ക് എന്താ പറയുക, അത് ഡയറക്ട്ലി കണക്റ്റഡ് ടു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെയും പറയാം. കമ്മിങ് ടു പേഴ്സണൽ ലൈഫ്, ജീവിതം തുടങ്ങി ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്നു സിനിമയിലേക്ക് തന്നെ എത്തുന്നു. ചങ്ങായിക്ക് അത്യാവശ്യത്തിലധികം ഒരു സ്റ്റാർഡം, ഫാൻ ഫോളോയിങ് വരുന്നു. കല്യാണവും മക്കളൊക്കെ ആയിട്ട് അതിൻ്റെ സൈഡിലൂടെ പേഴ്സണൽ ലൈഫ് വളരെ പ്രൈവറ്റായിട്ട് പോകുന്നു. ആൻഡ് ഒരു മൊമെൻ്റ് എത്തുമ്പോൾ ഒരു വ്യക്തിക്ക് തോന്നുകയാണ്, ഓക്കെ ദിസ് ഈസ് ദ എൻഡ്, മതി, രണ്ടുപേര് തമ്മിലുള്ള വിവാഹം, ആ ഒരു കരാർ നിർത്താം, പിരിയാം, നോട്ട് എനിമോർ, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ അവർ പിരിയും. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ അഡൾട്ടറി ആയിട്ടുള്ള കുറേ റീസൺസൊക്കെ പറഞ്ഞ് ഡിവോഴ്സിന് പോകും. ചിലർ വളരെ മെച്വറായിട്ട് അത് പറഞ്ഞു തീർത്ത് മ്യൂച്വലായിട്ട് ഡിവോഴ്സിന് പോയിട്ട് അങ്ങനെ തീരും. അങ്ങനെ പല രീതിയിലാണ് ഡിവോഴ്സ് പറഞ്ഞൊരു സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? എൻ്റെ ഒരു ചോദ്യം അതാണ്. ഇതിങ്ങനെ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ലൈഫിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കണോ? അത് ഏത് സെലിബ്രിറ്റി ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും. വിജയ്ക്ക് ഇപ്പോൾ തൃഷയോടൊരു സ്നേഹമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. ഓക്കെ, അവരൊരു ഇഷ്ടത്തിലായിരുന്നു. ഇപ്പോൾ അവർക്ക് അത് പബ്ലിക് ആക്കണമെന്ന് തോന്നി അവർ പബ്ലിക് ആക്കിയാൽ അതിനെന്താണ് പ്രശ്നം? എത്രത്തോളം കോലാഹലം, അല്ലെങ്കിൽ ഇത്രയും തോളം എന്താ പറയുക ഡീകോഡിങ് പരിപാടികളടക്കം അതൊക്കെ സൈഡായി. നമ്മളും ഈ പറഞ്ഞ പോലെ അതല്ലേ എന്നുള്ള രീതിയിലൊക്കെ കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നോട്ട് എനിമോർ. ഭാര്യ വരുന്നു, ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കേൾക്കുന്ന ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് 250 കോടി രൂപ ചോദിക്കുന്നു എന്ന് കേൾക്കുന്നു. അത് സെറ്റിൽമെൻ്റ് ആണോ ഇല്ലേ, അത് ഒരു ഹിയർസേ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫേക്ക് ന്യൂസ് ആണോ എന്നൊന്നും അറിയാൻ പാടില്ല. ദ വെരി നെക്സ്റ്റ് തിങ് വാട്ട് വി സി, തൃഷയും വിജയും കൂടി ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നു. ഒരേ കാറിൽ വരുന്നു, ഓൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് എന്താ പറയുക മാച്ചിങ് അറ്റയർ ഇടുന്നു. അതിൽ കുറേ റീലുകൾ വരുന്നു. എന്താ അവരുടെ പേഴ്സണൽ ലൈഫ് എന്നല്ലാതെ അതിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇനി അതിലും ഒരു ഡീകോഡിങ്ങും അതിനകത്തൊരു ഓഡിറ്റും വെക്കണമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വിജയ് ആദ്യം വൈഫിനെ കുറിച്ചും കല്യാണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ പഴയൊരു வீடியோ ഞാൻ അവിടെ ப்ளே ചെയ്യാം. சங்கீதா பத்தி நீ என்ன நினைக்கிற? நான் உடனே சொன்னேன் நல்ல பொண்ணு அப்படின்னு சொல்லிட்டு. அவங்க ஃபேமிலி பத்தி நீ என்ன நினைக்கிற? நல்ல ஃபேமிலி, நல்ல பொண்ணு, நல்லா படிச்ச பொண்ணு. ஏன் கேட்குறீங்க? இமீடியட்டா கேட்டாரு, நீ அவளை கல்யாணம் பண்ணிக்கிறியா? நான் வந்து ஒரு மாதிரி நான் எக்ஸ்பெக்ட் பண்ணது, உண்மையில ஒரு மாதிரி ஷாக் ஆகிட்டேன். என்னப்பா திடீர்னு இப்படி கேட்குறீங்க? இல்லைடா, எனக்கும் உங்க அம்மாவுக்கும் எனக்கு சங்கீதாவை ரொம்ப பிடிச்சி போச்சு. லண்டன் போனோம். லண்டன் போகிறதுக்கு முன்னாடி எங்கள் அப்பா கேட்டார், இந்த மாதிரி அங்கே போகிறோம், உன்னை வந்து அந்த பொண்ணை உனக்கு நிச்சயம் பண்ணலாமா, முடிவு பண்ணிக்கலாமா அப்படின்னு. அதுக்கும் நான் ஒரே வார்த்தை சொன்னேன், உங்கள் இஷ்டம்ப்பா. ஸோ அதே மாதிரி லண்டன் போனோம். அவங்க ஃபேமிலியோட பேசி, சும்மா எங்கள் ஃபேமிலி அவங்க ஃபேமிலி சும்மா வீட்டோட ரொம்ப சிம்பிளாக நிச்சயதார்த்தம் பண்ணிட்டோம். அவ்வளோதான். சங்கீதாவை தான் நீ கல்யாணம் பண்ணிக்க போகிற அப்படின்னு முடிவானதுக்கு அப்புறம் இப்போ நான் சங்கீதாவை காதலிக்கிறேன். உண்மையில அந்த ஃபீலிங் ரொம்ப நல்லா இருக்குங்க. அது கண்டிப்பாக அந்த காதல்ன்றது எல்லார் லைஃப்லையும் வரணும். எனக்கு ரியல் லைஃப்பில் எனக்கு வந்து இப்போ இருக்கு. ரொம்ப அந்த ஃபீலிங்லாம் உண்மையிலே ரொம்ப நல்ல ഫീലിംഗ്, നല്ല ഇருக்கு. ഇതാണ് കല്യാണം എന്ന് പറഞ്ഞ ആ ഒരു എന്താണ് ലൈഫിൽ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അന്ന് പണ്ടത്തെ വിജയ് പറഞ്ഞത്.
അച്ഛനും അമ്മയും കൊണ്ടുവന്നൊരു റിലേഷനാണ്. ഒരു പക്ക അറേഞ്ച് മാരേജ്. അവിടെ പോകുന്നു, വളരെ ഒഫീഷ്യലായിട്ട് അവർ കാണുന്നു, അവരുടെ കല്യാണം നിശ്ചയം കഴിഞ്ഞു. ആസ് യൂഷ്വൽ ഒരു അറേഞ്ച് മാരേജിൽ എങ്ങനെ ഉണ്ടാകുന്നു, അതിനുശേഷം അവർ തമ്മിൽ സ്നേഹവും ഇഷ്ടവും തുടങ്ങി, അവർ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ഒരു പോയിൻ്റ് വരികയാണ് ലൈഫിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടു, ട്രസ്റ്റ് നഷ്ടപ്പെട്ടു, സഫർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ പിന്നെ അടുത്തൊരു ഓപ്ഷൻ, ഒരു ലൈഫിൽ വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു 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 എന്താ പറയുക, വലിയൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വിജയ് തന്നെ പറയുന്നുണ്ട്, അച്ഛൻ അമ്മ ഫാക്ടർ ഭയങ്കര ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ആ ഒരു അറേഞ്ച് മാരേജ് ഫാക്ടറിലേക്ക് പോയത്. അയാൾക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളായി, കുട്ടികൾ സെറ്റിലായി, അയാൾ സെറ്റിലായി, മക്കളാണെന്നുണ്ടെങ്കിലും എന്താ പറയുക ആ ഒരു പ്രായം കഴിഞ്ഞു, അവരും ഒരു മെച്യൂർ ഫേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ ഓക്കെ ഇങ്ങനത്തെ അച്ഛനും അമ്മ വിഷയം ഇനി സെപ്പറേറ്റ് ആയാലും ദേ ആർ ലൈക്ക് എന്താ പറയുക അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ മാത്രം അവരായിട്ടുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ രണ്ടുപേരും പിരിയുന്നത്. മേ ബി ഇയാൾക്ക് ഇങ്ങനെ തോന്നാം, അയാളുടെ ലൈഫിലേക്ക് അച്ഛനമ്മ കൊണ്ടുവന്നൊരു വ്യക്തി ഇത്രയും കാലം മുന്നോട്ട് പോയി, എവിടെയോ ഒരു അടിയോ കച്ചറയോ തല്ലോ പിടിയോ ഒരു സംഗതിയും പുറത്ത് വന്നിട്ടില്ല, കേട്ടിട്ടില്ല. മേ ബി ഇനിയിപ്പോൾ അയാൾക്ക് ഇതേപോലെ ഒരു വേറൊരു റിലേഷൻ അല്ലെങ്കിൽ വേറൊരു ഇതിനോട് താല്പര്യം. ഇത് ചീറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ചീറ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി യെസ്. പക്ഷേ അതിൽ വിജയുടെ സൈഡ് നമ്മൾ കേട്ടിട്ടില്ല, വിജയ് ഇതിലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, വിജയ് ഒന്നും പറയുന്നുമില്ല. ബട്ട് ഇതേപോലെ തൃഷേനെയും കൊണ്ടുവന്ന് മൂപ്പര് ഹാപ്പി ആയിട്ട് വന്നിട്ട് പോകുന്നു, വളരെ ഓക്കെയാണ് മൂപ്പര്. എന്ത് ചോദ്യം ചെയ്യാൻ പറ്റും ഇവിടെ? അത് പൊളിറ്റിക്കലി എടുത്തു വെച്ച് അല്ലെങ്കിൽ ആ നടൻ്റെ ഓക്കെ അയാൾ അങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് നാളെ ഇനിയിപ്പോൾ ഒരു സ്റ്റേജിൽ വന്നിട്ട് വിജയ് പറയും ഇത് തൃഷയല്ല. ഇനി വിജയിൻ്റെ ഡിവോഴ്സ് പേപ്പർ സബ്മിറ്റ് ചെയ്ത വൈഫ് പറയുകയാണ് ഞാൻ തൃഷയെക്കുറിച്ചല്ല പറഞ്ഞ്. നമ്മളെല്ലാം മൂഞ്ചിയ, എല്ലാവർക്കും ഒരു ഡൗട്ടിൻ്റെ മുകളിൽ മാത്രമേ തൃഷ എന്ന് പറയാൻ പറ്റും. ഇപ്പം ഞാനാണെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ തൃഷ എന്ന് വിചാരിച്ചില്ല വീഡിയോ ചെയ്യുന്നത്. നാളെ ഇനി ഇതല്ല പറഞ്ഞുള്ള അവസ്ഥ എന്താ? എല്ലാവരും എയറിലാണ്, കംപ്ലീറ്റ് എയറിലാണ്. ഇപ്പോൾ തൃഷ ആണെങ്കിലും അല്ലെങ്കിലും ഇനി തൃഷ ആയാൽ തന്നെ അയാളുടെ പേഴ്സണൽ ലൈഫ് എന്തോ ചെയ്തിട്ട് പോട്ടെ എന്ന് വിചാരിച്ച് വിട്ടാൽ മതി. ഇതിപ്പോൾ പൊളിറ്റിക്സും കൂടി ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം ഗ്രാവിറ്റിയിൽ പോയതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടൂരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ മറ്റേ സിംഗർ സുചിത്ര, എൻ്റെ പൊന്നെ ഇവർ മറ്റേ നമ്മളെ നാട്ടിലെ എന്താ ചങ്ങാതിൻ്റെ പേര്, മറ്റേ ആ വേറൊരു ചങ്ങായി ഉണ്ടല്ലോ, അയ്യോ ശാന്തിവിള ദിനേശ്, അവിടുത്തെ തമിഴ്നാട്ടിലെ ശാന്തിവിള ദിനേശിൻ്റെ ലേഡി വേർഷനാണ് അവർ. அவங்க லவ்வர்ஸ், அவங்க உண்மை காதல், காதல் காதல். அவங்க ஏதோ புத்த முறையில நம்யோகர் எங்கேயோன்னு ஏதோ ஒண்ணு பண்ணி கல்யாணம் பண்ணிக்கிட்டாங்களாம் தாய்லாந்துல. நான் சொன்னேன் ட்ரிஷா நிறைய பேரை கல்யாணம் பண்ணிட்டு இருக்காங்க, கோயில் போய் குங்குமம் இட்டு விடுன்னு சொல்லி. ஷீஸ் ஹேட் தட் மேரேஜ் வித் உதய் ஆல்சோ. கோயில் போய் குங்குமம் இட்டு விடுன்னு. ட்ரிஷா has a lot of husbands, 42-43 people பண்ணிருக்காங்க அவங்க. இந்த மாதிரி கோயில் கூட்டிட்டு போய் குங்குமம் இட்டு விடு, சேர்ந்து கோயிலுக்கு போலாம். இங்க பெரிய ஸ்கேம் பாலிவுட்ல ராஜேஷ் கண்ணா ஆரம்பிச்ச ஸ்கேம் இங்க ஹனுமான் மந்திர், அதுக்கு ரொம்ப ஃபேமஸ். அக்ஷய்குமார் ஒரு ஆயிரக்கணக்கான கேர்ள்ஸ் அங்க கூட்டிட்டு போய் குங்குமம் இட்டு விட்டுருக்காரு. இட்ஸ் a long standing joke in Bollywood. ஹனுமான் மந்திரா ஹாம்பாங்க ஒரு குறிப்பிட்ட இடத்துல. வர்சோவா ஹனுமான் மந்திர் இஸ் known for this. இதுக்குன்னே ஒரு பூஜாரி கையில 500 ரூபாய் கொடுத்து வச்சிருப்பாங்க. அவனே வந்து ஆஹா என்ன ஒரு கப்பிள் தெய்வீகமா இருக்கீங்க அப்படின்னு சொன்னா அந்த கேர்ள் இன்னொரு 10 இயர்ஸ்க்கு அந்த ஒரு மெமரி வச்சுக்கிட்டு இட்ஸ் கால் கேஸ் லைட்டிங். சரக்கு அடிக்கிற மாதிரி தான், திருப்பி அவள்கிட்ட போக மாட்டேன்னு சொல்லிட்டு திருப்பி போவதுதான். அப்ப சங்கீதாக்கு மேல கோவம் வரும்போது சங்கீதா மேல கை ஓங்க ஆரம்பிச்சுட்டாரு. ஆல்சோ ட்ரிஷா கீ கொடுப்பாங்க. இந்த சங்கீதாஸ் சில்ட்ரன் ஹேட் ட்ரிஷா. ட்ரிஷாவோட கண்ட்ரோல்ல விஜய் கம்ப்ளீட்டா இருக்காரு அப்படின்ற கான்பிடன்ஸ்ல ட்ரிஷா இத்தனை நாளா ரிலீஸ் பண்ணிட்டு இருக்கிற இந்த போட்டோகிராஃப்ஸ் எல்லாம் ப்ளீஸ் ஆட் அப் பண்ணி பாருங்க. சங்கீதா சொன்ன நபர் ட்ரிஷா தான். இதுல ட்ரிஷா தலை விரிச்சு ஆடி இருக்கா. ட்ரிஷாவால ஏமாத்தப்படாத ஹீரோ யார் இருக்கா? துல்கர் சல்மான் மட்டும் தான் இருக்கான். மத்த எல்லாரையும் ஏமாத்திட்டா, எல்லார் தலையிலயும் மிளகா அரைச்சிட்டா ட்ரிஷா நாயகிங்க, தலைவிங்க. பாரு தோத்தாயா? யாரு பாரு நீ? மூவ சைட் பாரு, நீ என்ன மேனிபுலேட் பண்ற? ட்ரிஷா the real deal. எனக்கு இந்த ஒரு விஷயத்துல ட்ரிஷா மேல பயங்கர ஒரு வக்கரமான அட்மிரேஷன். இப்படி வில்லியா இருக்கேடி இது. டே ஒன்ல இருந்து நான் அவங்கள அந்த மிஸ் சென்னையில பார்க்கும் போதே இவ்வளவு கண்ட்ராவியா ஒரு ஹியூமன் பீயிங் இருக்க முடியுமா? The way she spoke to other models,
the way she was touching other models, the way she was speaking to the organizer போனதுக்கு அப்புறம் ஆர்கனைசரை பத்தி மத்த மாடல்ஸ்ட பேசுறது, cheap dirty person she is. ரொம்ப ரொம்ப சீப் கல்ச்சர் பேக்ரவுண்ட் அப்ரிங்கிங், அந்த அம்மாவும் சீப்பு அவங்க அப்பாவும் சீப்பு, அந்த ஒரு சைடு சொசைட்டிங்க. அவங்க மீரா மிதுன் டைப். அவங்க மீரா மிதுனே பெட்டர் ட்ரிஷாக்கு. ஐ லைக் மீரா மிதுன் better than ட்രിഷ. എന്തുവാണ് ഇത്? ഈ സിംഗർ സുചിത്രയ്ക്ക് ഇവർക്ക് എന്താ സീൻ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവർ പലരെ കുറിച്ചും പലതും പറഞ്ഞിട്ടുണ്ട്. പല ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ചും ലഹരിയുടെ ഡീലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെയും ജെന്യൂനായിട്ട് തോന്നിയിട്ടുണ്ട്. തൃഷയോട് എന്തോ തീർത്താ തീരാത്ത വൈരാഗ്യമുള്ളത് പോലത്തെ ഒരു ഫീലാണ് ഇവർ തൃഷേനെ കുറിച്ച് വർത്താനം പറയുക. ഏതോ ഒരു മിസ് ചെന്നൈയിൽ കണ്ടത് മുതലുള്ള പരിചയം എന്ന് പറയുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ 42 കല്യാണം കഴിച്ചു, ബൈസെക്ഷുവലാണ്, എന്തൊക്കെയോ എപ്പോഴൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുവാണ് ഇത്? ഇവരാണ് ഈ സാധനം ഇത്രയും കത്തിച്ചു വിട്ടത്. ഇവരാണ് ഇരുന്ന് ഞാൻ പറഞ്ഞല്ലോ, ശാന്തിവിള ദിനേശൊക്കെ എത്രയോ ബെറ്ററാണ് ഇതിൻ്റെ മുന്നിൽ. ആ രീതിയിലാണ് ഈ സ്ത്രീ ഇരുന്ന് പല ഇൻ്റർവ്യൂസിലും ഈ തൃഷേനെക്കുറിച്ചും വിജയനെക്കുറിച്ചും പറഞ്ഞിരുന്ന് കത്തിക്കുന്നത്. പിന്നെന്താ പറയുക, ഇതൊക്കെ എടുത്തു കൊണ്ടുവച്ച് വിജയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനെ അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നോട്ട് എനിമോർ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ കുടുംബ ബന്ധങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന തമിഴന്മാരാണെങ്കിൽ പോലും അവർ ലാസ്റ്റ് ഇങ്ങനെ ചിന്തിക്കും, ഓക്കെ 2 ആൾക്കാർ പിരിയാൻ തീരുമാനിച്ചു, അവർ പിരിഞ്ഞു, ഇനിയിപ്പോൾ അയാൾ പുതിയൊരു ജീവിതം തുടങ്ങി, എന്താ വിഷയം എന്ന് ചിന്തിക്കുന്ന രീതിയിൽ തമിഴ്നാട്ടിലെ ക്രൗഡ് മാറിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ജനറേഷൻ ചേഞ്ചായി വന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ കാണും അവിടെ ഇവിടെയൊക്കെ നമ്മളെ ഇടയിലൊക്കെ ഉണ്ടാവും, ഓക്കെ അയ്യോ ഒരാണിനൊരു പെണ്ണ്, ഇതിനപ്പുറത്തേക്ക് വേറെ ഇല്ല. ഇത് ചീറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വിജയുടെ ഭാര്യയുടെ സൈഡിൽ നിന്ന് ചീറ്റിംഗ് ആണ്. വിജയുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കാണും. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താ, അല്ലെങ്കിൽ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നൊന്നും അറിയാതെ നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ച് കണ്ടൻ്റ് ആക്കുക. അതിനപ്പുറം ഇപ്പോൾ ഞാനാണെങ്കിലും കണ്ടൻ്റ് ആക്കുകയാണ്, അതിനപ്പുറത്തേക്കില്ല. അയാളുടെ പേഴ്സണൽ ലൈഫ് തുറന്ന് പറയാനും റെഡിയല്ല അയാൾ. പക്ഷേ അയാളുടെ പ്രവർത്തികളിലൂടെ അയാൾ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു എന്നുള്ള പോലെ ചെയ്യുന്നു. നമ്മൾ ഊഹാപോഹിച്ച് തൃഷ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ന്യൂസ് 18 കൊടൂരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഇതൊരു AI ചിത്രമല്ല. വിജയുടെ ഭാര്യ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് വെറും 4 ദിവസങ്ങൾ മാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെ കൽപ്പാത്തി S സുരേഷിന്റെ മകന്റെ വിവാഹ റിസപ്ഷന് വിജയും തൃഷയും ഒരുമിച്ച് കാണപ്പെടുന്നു. ഇതിന് എക്സ്ക്ലൂസീവ് ചിത്രങ്ങളാണിത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ വെച്ചൊരു റാലി നടത്തുന്നു. അതിൽ വളരെയധികം അപകടപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേരെ കാണാം. അതിനിടയിൽ തന്നെയാണ് ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജയും തൃഷയും ഒരുമിച്ചൊരു കാറിലെത്തി ഈ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കുന്നതിലൂടെ ചിത്രം വ്യക്തമാകുകയാണോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിജയും ഒരു നടിയുമായി ബന്ധപ്പെട്ടുള്ള ഗോസിപ്പ് കോളങ്ങളാണ് ഈ വിവാഹമോചന വാർത്തയ്ക്ക് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന്. അവിടെ നിന്നുകൊണ്ടാണ് വെറും 4 ദിവസങ്ങൾ മാത്രം പിന്നിടുന്നു വാർത്താ മാധ്യമങ്ങളിൽ ആ ഡിവോഴ്സ് പെറ്റീഷൻ ഉൾപ്പെടെ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ആ പെറ്റീഷൻ പുറത്തു വന്നിട്ട് അതിന് പിന്നാലെ ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്പാർക്ക് ചെയ്യുകയാണ്. ഇത് വലിയ തരംഗം ഉണ്ടാക്കുകയാണ്. അതിനകത്ത് ഒരു തർക്കമില്ല. കൽപ്പാത്തി S സുരേഷ് തമിഴ്നാട്ടിലെ പ്രമുഖനായ ഒരു നിർമ്മാതാവാണ്. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വിജയും തൃഷ കൃഷ്ണനും ഒരുമിച്ച് എത്തിയിരിക്കുന്നത്. അതും ഒരുമിച്ച് ഒരേ കാറിൽ സഞ്ചരിച്ച് ഒരേ രീതിയിൽ തന്നെ അവർ ആ റിസപ്ഷൻ വേളയിൽ എത്തുന്നതും കാണാം. അവിടെ ചുറ്റുമുള്ളവർ വിജയും തൃഷയും ഗ്രീറ്റ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയുമുണ്ട്. ദിസ് ഹാസ് സ്പാർക്ക്ഡ് സ്പെക്കുലേഷൻസ്. സ്വാഭാവികമാണ്. കാരണം വിജയ് അങ്ങനെ മറ്റൊരു താരവുമായിട്ടും ഒരുമിച്ച് അഭിനയിക്കുന്നവരെ ഒക്കെ ആയിട്ടും ഒരു വലിയ സൗഹൃദം പുലർത്തുന്ന ആളല്ല. വിജയ് സിനിമാ ജീവിതം കഴിയുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ പോകുന്നു. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ് അദ്ദേഹം. മീഡിയയിൽ പോലും വലിയ സംസാരിക്കാറില്ല. പക്ഷേ പൊളിറ്റീഷ്യൻ ടേൺ വിജയ് അങ്ങനെ എല്ലാ സമ്മേളനങ്ങളിൽ ഒരുപാട് സംസാരിക്കും. അങ്ങനെ സുഹൃത്ത് വലയങ്ങൾ വിജയ്ക്ക് ഉണ്ടാവാറില്ല എന്ന് പറയുമ്പോഴാണ് തൃഷ കൃഷ്ണനുമായിട്ട് ഒന്നിച്ച് ഇതുപോലൊരു റിസപ്ഷൻ വേദിയിൽ ഒരുമിച്ചെത്തുന്നതും ഈ ചിത്രം ഉൾപ്പെടെ സ്പാർക്ക് ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ നിർണായകമായ ദൃശ്യങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. സോ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നത്, സംഗീത സ്വർണ്ണലിംഗം ഉദ്ദേശിച്ച ആ താരം, ആ നടി തൃഷ കൃഷ്ണനാണോ എന്ന് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ സ്പാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതാ ഇവിടെ വിജയും തൃഷയും ഒരുമിച്ച് ഒരേ വിവാഹ റിസപ്ഷനിൽ എത്തുമ്പോഴേക്കും ആ ചിത്രങ്ങളും വളരെയധികം വൈറലായി മാറുകയാണ്. ആ വിവാഹ പെറ്റീഷനിൽ പറഞ്ഞിരുന്നൊരു കാര്യം, ഇറ്റ് വാസ് എൻ അഡൾട്ടറസ് റിലേഷൻഷിപ്പ് വിത്ത് ആൻ ആക്ട്രസ് എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിനുശേഷം വിജയ് ആ സമ്മേളനത്തിൽ വന്നപ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും സംസാരിക്കാനോ അത് ക്ലിയർ ചെയ്യാനോ തയ്യാറായില്ല. നേരെ മറിച്ച് സ്റ്റാലിനും DMKയ്ക്കുമെതിരെ
പരസ്യമായ പ്രതികരണങ്ങൾ മാത്രമാണ് വിജയ് കൊടുത്തത്. എന്നാൽ പോലും തൻ്റെ ഈ വ്യക്തിജീവിതത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും തൻ്റെ ആരാധകരോട് വിളിച്ചു പറയാൻ തയ്യാറായിരുന്നില്ല വിജയ് ആ സമ്മേളനത്തിൽ. അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത ദിവസം കാണുന്നത് ഈ ചിത്രമാണ്. ഇന്ന് വൈകുന്നേരം ആണ് ഈ റിസപ്ഷൻ നടക്കുന്നത്. ആ റിസപ്ഷനിലാണ് ഇരുവരെയും ഒരുമിച്ച് കാണപ്പെട്ടതായിട്ടുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും ഒരു 20 വർഷത്തെ നീണ്ടു നിൽക്കുന്ന ദാമ്പത്യ ജീവിതം ഒരു ബ്രേക്കിംഗ് പോയിന്റ്, ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോയത് ഒരു ബന്ധമാണ് മറ്റൊരു താരം. അതിലേക്കും ഈ ചിത്രങ്ങൾ സ്വാഭാവികമായിട്ടും കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പിക്കാൻ കഴിയുമോ ആ നായിക തൃഷ കൃഷ്ണനാണോ എന്നുള്ള ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. അതെ, ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ന്യൂസുകൾ ഒരുപാട്, ഇതുപോലെ ഡീകോഡിങ് ഒരുപാട്, ചോദ്യചിഹ്നങ്ങൾ ഒരുപാട്. ആ വ്യക്തിക്ക് അയാളെ പേഴ്സണൽ ലൈഫ് പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അയാൾ പറയൂല. ഓക്കെ, അയാൾ പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ പുറത്ത് അയാൾക്ക് ഇതുപോലെ അയാളുടെ പേഴ്സണൽ ലൈഫ് എന്താ പറയുക വേറെ രീതിയിൽ ഓക്കെ അയാൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. അയാൾ പറയേണ്ടെന്ന് പറഞ്ഞ് തീരുമാനിച്ച അയാൾ പറയില്ല. ബട്ട് അയാളുടെ ലൈഫ് എൻജോയ് ചെയ്ത് പോകും. പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് അയാളുടെ പേഴ്സണൽ ലൈഫ് അയാൾ റിവീൽ ചെയ്യണമെന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റീഷ്യൻസിന് ഇതൊരു എക്സ്ട്രാ ബാഗേജ് ആണ്. ഡെഫിനറ്റ്ലി പൊളിറ്റീഷ്യൻ തന്നെ സെലിബ്രിറ്റി ഫേസിലിരിക്കുന്ന എല്ലാവർക്കും അവരുടെ പേഴ്സണൽ ലൈഫ് ചെക്ക് ചെയ്യാൻ ആളുകൾ കാണും. അതും എസ്പെഷ്യലി ഡിവോഴ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ കാരണം എന്ത്, ഡിവോഴ്സ് എന്തുകൊണ്ടായി, ഡിവോഴ്സിലൊരു അഡൽട്ടറി കൊടുക്കാനുള്ള കാരണം എന്താ, അതിൽ പറഞ്ഞ നടി ആരാണ്, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ ഈ പറഞ്ഞ ജസ്റ്റിസ് ഫോർ വിജയ്സ് വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും, വരാതിരിക്കൊന്നുമില്ല. ഓക്കെ, കാരണം സംഗീതയ്ക്ക് നീതി, ജസ്റ്റിസ് ഫോർ സംഗീത, ഈ സാധനങ്ങൾ വരും, വരാതിരിക്കില്ല. പക്ഷേ ഉത്തരം പറയേണ്ടെന്ന് ഒരാൾ തീരുമാനിച്ചാൽ, എഗെയിൻ അവരുടെ പ്രൈവറ്റ് ലൈഫ് പ്രൈവറ്റ് ആണെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം ചോദിക്കും, എത്ര വട്ടം ചോദിക്കാൻ പറ്റും? ചോദ്യങ്ങൾ നിന്നു പോവും, കാരണം ഉത്തരം ഇല്ലയെന്ന് കാണുമ്പോൾ നിന്നു പോവും. പക്ഷെ അപ്പുറത്തെ ഒരു ആക്ടിലൂടെ അയാൾ കാണിക്കുകയാണ്, ഇതാണ് എൻ്റെ പ്രൈവറ്റ് ലൈഫ്, അല്ലെങ്കിൽ ദിസ് ഈസ് വാട്ട്സ് ഐ എം ഇൻ ടു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളാരും വീട്ടിൽ നിന്നല്ലല്ലോ അയാൾ പോയിട്ട് അയാളുടെ പേഴ്സണൽ ലൈഫ് ജീവിക്കുന്നത്. അയാളുടെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിട്ട് കളയേണ്ടി വരും ലാസ്റ്റ്. വേറെ ഒന്നും അതിന് ചെയ്യാനില്ല. പിന്നെ ഇത് ഒഫീഷ്യലായാൽ, തൃഷ വിജയ് ഒഫീഷ്യലായി ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളോ ഇതുവരെ അയാളെ ക്രിട്ടിസൈസ് ചെയ്ത പോലെ ആവില്ല. അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് കൊണ്ടാടാനും അത് ആടിപ്പാടി നടക്കാനും തന്നെ ആളുകൾ കാണും. നമ്മളിതിനു മുമ്പ് എത്രയോ പേരുടെ ലൈഫിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെ. സോ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് എടുത്ത് വെച്ച് ചർച്ചയാക്കി ഭയങ്കര കൊടൂരമാക്കി കൊണ്ടു നടന്നിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു യൂസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ പേഴ്സണൽ ലൈഫ്, അയാളുടെ പേഴ്സണൽ ജീവിതം അയാൾ എങ്ങനെയോ പോയിട്ട്. ഫാൻസിനോടാണ് പറയാനുള്ളത്, കുറേ ആൾക്കാർ കേരളത്തിലും കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് അയ്യോ ഇതിൻ്റെ പിന്നാലെ തന്നെ ടൈം വേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഇതിനായിട്ട് തൃഷ വിജയ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, അവരുടെ ലൈഫിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആഘോഷിച്ച് ലൈഫിൻ്റെ ഓരോ ഫേസും എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഡാറ്റ കളയാൻ കുറച്ച് സമയം, അല്ലെങ്കിൽ ഇന്നെപ്പോലുള്ളൊരു ഞാനടക്കം പൈസ ഉണ്ടാക്കി പോവുക. ഇതിന് സംസാരിക്കുന്നവരൊക്കെ ഒന്നില്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ വിസിബിലിറ്റി ഫെയിമൊക്കെ ഉണ്ടാക്കി പോവുകയാണ്. നിങ്ങളൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സമയം കൊടുക്കരുത്. അയാൾ പറയുന്ന പൊളിറ്റിക്സോ അല്ലെങ്കിൽ അയാൾ പറയുന്ന സിനിമകളോ, പിന്നെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട് അതിൽ. പൊളിറ്റിക്സിൽ വേണമെന്നുണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിൽ അങ്ങനെ എടുക്കാം. ഒന്നും കിട്ടാനില്ല. ഇതിന് ആകെ കിട്ടാനുള്ളൊരു സംഗതി എന്താ വെച്ചെങ്കിൽ, നിങ്ങൾക്ക് പറ്റില്ലേ, എത്ര വർഷം കഴിഞ്ഞാണോ കല്യാണം കഴിഞ്ഞു, നിങ്ങൾക്ക് ഡിവോഴ്സ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. അത്രയേ ഉള്ളൂ. അതൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു കൊടൂര കുറ്റകൃത്യമായിട്ടോ നിങ്ങൾ കാണണ്ട. ഇഫ് ടു പീപ്പിൾ അവർക്ക് ഒട്ടും ഒക്കുന്നില്ല, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തമ്മിൽ കൊല്ലുന്നതിനേക്കാൾ നല്ലത്, തമ്മിൽ അടിച്ച് പഞ്ചറാകുന്നതിനേക്കാൾ നല്ലത് വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോവുക. അത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു വാടകമായിട്ട് എടുക്കാം. ദാറ്റ്സ് ഇറ്റ്.